ഹായ് ഹലോ വെൽക്കം ടു ദ സെക്കൻഡ് എപ്പിസോഡ് ഓഫ് ആ വാലി സീരീസ്. അങ്ങനെ ഞങ്ങൾ മലേഷ്യ എത്തി. ആദ്യമേ പോയൊരു ഫുഡ് കഴിക്കാനാണ് കേട്ടോ. അവിടെ സമയം രാവിലെ 6:30. പിസയും ബർഗറൊന്നും നമുക്ക് രാവിലെ തന്നെ കഴിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ടേസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 2 മസാല ദോശയെ വാങ്ങി കഴിച്ചു. ദോശ നമ്മുടെ സ്റ്റൈലാണെങ്കിലും ചട്നി അവിടെ സ്റ്റൈലാന്ന് തോന്നുന്നു. ബട്ട് ഞാൻ ഹാപ്പി ആയിരുന്നു. ആ സന്തോഷമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡൊക്കെ പോലെ തന്നെ എയർ ഏഷ്യൻ്റെ ഒരു ഹബ്ബാണ് മലേഷ്യ. എവിടെ നോക്കിയാലും എയർ ഏഷ്യൻ്റെ ഫ്ലൈറ്റ്സ് കുറേ കാണാൻ പറ്റും. ലാസ്റ്റ് നമ്മൾ വെയിറ്റിംഗ് ഏരിയയിൽ പോയിരുന്നു. 3 അവർ എന്നുള്ള ലെയർ 4 ആയി, പിന്നെ അത് 5 ആയി. നമ്മൾ ലാസ്റ്റ് ഫ്ലൈറ്റിൽ ബോർഡ് ചെയ്തിട്ടും കാര്യമൊന്നും ഉണ്ടായില്ല. അതിനുള്ളിൽ നമ്മൾ ഹാഫ് ആൻ അവർ ടു 1 അവറോളം വെയിറ്റ് ചെയ്ത് നോക്കുമ്പോൾ അതാ ഒട്ടകങ്ങൾ വരിയായിട്ട് നിൽക്കുന്ന പോലെ ഫ്ലൈറ്റുകൾ വരിയായിട്ട് നിൽക്കുക. എന്തിന് ടേക്ക് ഓഫ് ചെയ്ത്. അങ്ങനെ ടേക്ക് ഓഫ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റിനുള്ളിൽ നിന്ന് ഒരു കോക്കും ലേസൊക്കെ വാങ്ങിച്ച് കഴിച്ച് ഒരു 3 അവർ ജേണിക്ക് ശേഷം നമ്മുടെ ഡ്രീം ലൊക്കേഷനായ ഇന്തോനേഷ്യ എത്തി, അതായത് ബാലി എത്തി. ഭയങ്കര രസമായിരുന്നു കേട്ടോ അവിടുത്തെ ലാൻഡിങ് കാണാൻ. ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, ഈ സാധനം ഇങ്ങനെ പൊങ്ങിയും താന്നും കളിച്ച് ഞാൻ ആകെ ടെൻഷനായി. ChatGPT പറഞ്ഞ എയർ ബ്രേക്സ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ ബാലി എയർപോർട്ട് എത്തി നേരെ വിസ ലൊക്കേഷൻ ലക്ഷ്യമിട്ട് നടക്കുകയാണ്. ക്യൂ നിൽക്കണ്ടെന്നാണ് കുറേ പേര് പറഞ്ഞത്. വിസ ആണെങ്കിൽ ഇത് ബാലീൻ്റെ കൾച്ചറിനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നൊരു സംഭവമാണ്. മിക്കയിടത്തും കാണാൻ പറ്റും. വിസ എടുത്തിട്ടും കാര്യമൊന്നും ഉണ്ടായില്ല ഞങ്ങൾക്ക്. ഉണ്ണിയേട്ട സ്കൂട്ടായെങ്കിലും ഞാൻ സ്റ്റക്കായിപ്പോയി. എൻ്റെ പാസ്പോർട്ട് എത്ര സ്കാൻ ചെയ്തിട്ടും പ്ലീസ് വിസിറ്റ് ദ നിയറസ്റ്റ് ഓഫീസറിന് കാണിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അങ്ങനെ കുറേ ക്യൂവിന് ശേഷം ഞാൻ പുറത്തിറങ്ങിയെങ്കിലും ബാക്കി വിശേഷങ്ങൾ പുറകെ വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺ. ബൈ.